തുടർന്ന് നമ്മുടെ വഴി സ്ഥിരമാക്കും. ഹല്ലേലൂയ. ഒരുവന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ, ഒരുവന്റെ ഭക്ഷണത്തിൽ ദൈവത്തിന് പ്രസാദം, ഒരുവന്റെ ജോലിയിൽ ദൈവത്തിന് പ്രസാദം, ഒരുവന്റെ ജോലിയിൽ ദൈവത്തിന് പ്രസാദം, ഏത് വിഷയത്തിലും ദൈവത്തിന് പ്രസാദകരമായുള്ള വഴിയായിരുന്നാൽ ആ വഴി നിനക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ. അത് സ്ഥിരമായിട്ട് ഓടുവാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഇടയ്ക്ക് ദൈവം ബ്ലോക്ക് ചെയ്യും. ഈ ദൈവമകനാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ വഴിപ്രകാരം, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നടന്നാൽ നിന്റെ വഴിയെ ദൈവം സ്ഥിരമാക്കും. മുമ്പോട്ട് 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 പ്രോഗ്രസ് ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ബാലന്മാർ കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ട്, ധൈര്യമായി നിന്നതുകൊണ്ട് അവരുടെ ജീവിത അവസാനം വരെ കർത്താവ് കൂടെ ഇരുന്നു. അനേക വിഷയങ്ങൾ ഈ ദാനിയേൽ പ്രവചനത്തിൽ ഇവർക്ക് വന്നു. അവിടെയൊക്കെ ആര് കൂടെ ഇരുന്നു? ആദ്യമേ ഇവർ തൂണായിരുന്നു, ഇവർ ഉറച്ചുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ മുതൽ, ആദ്യം മുതൽ ഇവർ ശരിയായിരുന്നുകൊണ്ട് ഈ ദാനിയേലിന്റെ അവസാന പുസ്തകത്തിൽ ദാനിയേലിനെ കർത്താവ് സന്തോഷത്തോടെ വിളിച്ച്, നീ വിശ്രമിച്ചുകൊള്ളുക, ഇനി നിന്റെ ഓഹരി പ്രാപിക്കാൻ. അപ്പോൾ ഒരു ജീവിതത്തിൽ കർത്താവിനെ കണ്ടെത്തിയ നാൾ മുതൽ നിനക്കൊരു വ്യവസ്ഥ ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ വ്യവസ്ഥ, ദൈവത്തിന്റെ ഇഷ്ടം. അതിൻ പ്രകാരം നീ ജീവിക്കാൻ ഉറച്ചിരുന്നാൽ നിന്റെ മരണ സമയത്തും കർത്താവ് പറയുന്നത് ഞാൻ വിളിക്കും ഒരു ദിവസം. ഹല്ലേലൂയ. അപ്പോൾ സന്തോഷകരമായിട്ടുള്ള ഒരു അവസാനം, പ്രതിഫലത്തിന് വേണ്ടിയുള്ള ഒരു കോളിംഗ് കർത്താവിൽ നിന്ന് ഉണ്ടാകുവാൻ നാം ആദ്യം മുതലേ ശരിയായിരിക്കും. ദൈവത്തെ കണ്ടെത്തിയ ആ സമയം മുതലേ കർത്താവിന്റെ ഇഷ്ടപ്രകാരം തന്നെയായിരിക്കണം. എങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട അവസാനം അതെ ഓഹരി പ്രാപിക്കുവാൻ കർത്താവ് തന്നെ വിളിക്കും. ഹല്ലേലൂയ. അടുത്ത് നാം ഈ ഭാഗത്ത് കാണുന്നത് എന്തുകൊണ്ട് രാജഭോജനം ഇവർ മാറ്റിവെച്ചു? എന്തുകൊണ്ടായിരിക്കും? ഈ രാജഭോജനം യഥാർത്ഥത്തിൽ അവിടുത്തെ ബേൽ എന്ന് പറയുന്ന ആ ദൈവത്തിന് ഇവർ അർപ്പിച്ചിട്ടാണ് ഇവര് മറ്റുള്ളവർക്കും രാജാവിനും. അപ്പോൾ അന്യ ദൈവങ്ങൾക്ക് അർപ്പിച്ചിട്ടുള്ള ഭക്ഷണമാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവവ്യവസ്ഥയില്ലാത്ത ഒരു ഭക്ഷണവും നാം കഴിക്കുവാൻ പാടില്ല. അഭാവം നിൽക്കട്ടെ. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം അതിന്റെ 12 മുതൽ വായിക്കും. അതിൽ ഭൂമിയിലെ സകല നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസ് എഴുന്നേറ്റ് അറുത്തു തിന്നുക എന്നൊരു ശബ്ദം ഉണ്ടായി. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. ആ ശബ്ദം 2-ാം പ്രാവശ്യം അവനോട്, ദൈവം ശുദ്ധീകരിച്ചു, നീ മലിനമെന്ന് വിചാരിക്കരുതെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെയും നമുക്ക് ഭക്ഷണ വിഷയത്തിൽ പത്രോസ് വ്യവസ്ഥ വയ്ക്കുകയാണ്. യേശുവിന്റെ ശിഷ്യനായ പത്രോസ് പറയാണ്, ഞാൻ മലിനമായിട്ടുള്ളൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ കർത്താവ് പറയുന്നു, ദൈവം വിശുദ്ധീകരിച്ചാൽ നീ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. മുമ്പേ ആ വ്യക്തി, ആ കുടുംബം ഏതവസ്ഥയിലായിരുന്നു എന്നുള്ളത് നീ ഇപ്പൊ നോക്കണ്ട. ഇപ്പോൾ ആ വ്യക്തി എങ്ങനെയാക്കി, ഇപ്പോൾ ആ കുടുംബം എങ്ങനെയാണ് നിനക്ക് അംഗീകരിക്കാൻ കഴിയുന്നു. നിന്റെ ഭർത്താവായാലും നിന്റെ ഭാര്യ ആയാലും നിന്റെ കുടുംബത്തിലെ ഏത് വ്യക്തിയായിരുന്നാലും നേരത്തെയുള്ള അവസ്ഥയെ നോക്കിയിട്ട് നീ ഒരിക്കലും വിധി എഴുതരുത്. ഇത് വേണ്ടെന്ന് വെക്കരുത്. ദൈവം ഇപ്പോൾ എന്താക്കിയിരിക്കുന്നു, ഇന്നലത്തെ കാര്യമല്ല നീ നോക്കേണ്ടത്. ഇന്നലത്തെ കാര്യം ചിന്തിച്ചിട്ട് നീ വിധി എഴുതിയിട്ട് വേണ്ടത് പറയും. ദൈവം ഇതിനെ ശുദ്ധമാക്കിയോ? ദൈവ ഇഷ്ടമാണോ ഇത്? ദൈവം ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യം ദൈവം നേരത്തെ ആ വിഷയത്തിൽ ചിലതൊക്കെ നമുക്ക് കുറവ് കാണുവാൻ ഇടയുണ്ടെങ്കിലും ഇപ്പോൾ ദൈവം അതിനെ വിശുദ്ധീകരിച്ചാൽ, ഇപ്പോൾ അതിനെ കർത്താവ് ശരിയാക്കി, ഇപ്പോൾ ആ വ്യക്തിയെ നന്നാക്കിയാൽ നീ അതിനെ അംഗീകരിക്കാൻ ശ്രമിക്കണം. നീ അംഗീകരിച്ചേ മതിയാകും. ഇല്ലെങ്കിൽ ദൈവത്തിന് വിരുദ്ധമായിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ എപ്പോഴും ദൈവം നോക്കുന്നത് ഇന്നത്തെ കാര്യം, ഇപ്പോഴത്തെ കാര്യം. ദൈവത്തിന് എപ്പോഴും ആഗ്രഹിക്കുന്നത് ഇപ്പോൾ പിടിച്ചു. പുതിയ കല്ലറയുണ്ടോ?
ആരും കയറാത്ത കഴുതയുണ്ടോ? നമുക്ക് എപ്പോഴും ദൈവത്തിന്റെ വ്യവസ്ഥ എന്ന് വെച്ചാൽ പുതിയത്, പുതുതാക്കുക, മനസ്സന്തരം നിന്ന് പുതിയ അനുഭവം. ഹല്ലേലൂയ. പക്ഷേ അത് കഴിഞ്ഞു പോയില്ല, അത് പുതുതായിട്ട് വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ എപ്പോഴും ദൈവത്തിന്റെ ചിന്തയും നോട്ടും പുതിയത് ഇപ്പോഴുള്ള അവസ്ഥ. നീ ഇന്നലത്തെ അവസ്ഥ പറഞ്ഞ് വഴക്കുണ്ടാക്കരുത്. ഇന്നലെ നിങ്ങൾ എങ്ങനെ ആയിരുന്നില്ല, ഇന്നലെ നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല, ഇങ്ങനെയല്ല ജീവിച്ചത്, ഇന്നലെ ഇങ്ങനെയൊക്കെ ആയിരുന്നില്ല എന്ന് ഇന്നലത്തെ ഓർത്ത് നിന്റെ ഭർത്താവിനെയോ നിന്റെ ഭാര്യയോ നിന്റെ കുഞ്ഞുങ്ങളെയോ നോക്കരുത്. ഹല്ലേലൂയ. എപ്പോഴും പുതിയത് ഇപ്പോൾ എങ്ങനെ, ഇനി എങ്ങനെ ആയിരിക്കണം, അത് പ്രാർത്ഥിക്കുകയും ഇന്നും നാളത്തെയും കാര്യം ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇന്നലത്തെ ഓർത്ത് ദുഃഖിക്കരുത്, ഇന്നലത്തെ ഓർത്ത് പരാതി പറയരുത്. ഹല്ലേലൂയ. അത് നമുക്ക് പെട്ടെന്ന് വേറെ വചനത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യം. അവനെ കണ്ണ് കാണാൻ വയ്യാതവണ്ണം മങ്ങിയപ്പോൾ അവൻ ഒരു ദിവസം മൂത്ത മോനെ ഈശാവിനെ വിളിച്ച് അവനോട് മകനെ എന്ന് പറഞ്ഞു. അവൻ അവനോട് ഞാനിതാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഞാൻ വൃദ്ധനായിരിക്കുന്നു, എന്റെ മരണ ദിവസം അറിയുന്നതുമില്ല. നീ ഇപ്പോൾ നിന്റെ ആയുധങ്ങളായ വില്ലും പൂണിയും എടുത്ത് കാട്ടിൽ ചെന്ന് എനിക്ക് വേണ്ടി വേട്ട തേടി എനിക്ക് ഇഷ്ടം രുചികരമായ ഭോജനം ഉണ്ടാക്കി ഞാൻ മരിക്കും മുമ്പേ ഇന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഇസ്ഹാക്ക് തന്റെ മകനായ ഏശാവിനോട് പറയുമ്പോൾ റിബേക്ക കേട്ടു. ഏശാവ് വേട്ട തേടി കൊണ്ടുവരുവാൻ കാട്ടിൽ പോയി. റിബേക്ക തന്റെ മകനായ യാക്കോബിനോട് പറഞ്ഞത്, നിന്റെ അപ്പൻ നിന്റെ സഹോദരനെ ഏശാവിനോട് സംസാരിച്ചു. ഞാൻ എന്റെ മരണത്തിന് മുൻപേ ഇന്ന് നിന്നെ യഹോവയുടെ മുമ്പാകെ അനുഗ്രഹിക്കേണ്ടതിന് നീ വേട്ടയിറച്ചി കൊണ്ടുവന്ന് രുചികരമായ ഭോജനം ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞു ഞാൻ കേട്ടു. ഇവിടത്തെ വ്യക്തി ആരാണ്? നമ്മുടെ അബ്രഹാമിന്റെ മകനായ ഇസഹാക്ക്. ഇസഹാക്കിന്റെ മക്കളായ ഏശാവും യാക്കോബും. ഇസഹാക്കിന്റെ ഇപ്പോഴുള്ള ആഗ്രഹം എന്താണ്? ഭക്ഷണത്തിലാണ് ആഗ്രഹം. ഹല്ലേലൂയ. ഭക്ഷണം കിട്ടിയാൽ നിനക്ക് അനുഗ്രഹം തരാം. അല്ലാതെ അനുഗ്രഹിച്ചൂടെ? ഭക്ഷണം കിട്ടുമ്പോ സന്തോഷം, ഭക്ഷണം കിട്ടുമ്പോ അനുഗ്രഹം, ഭക്ഷണം കിട്ടുമ്പോ ഒരു നിറം. ഭക്ഷണമില്ലെങ്കിൽ, പട്ടിണിയാണെങ്കിൽ വീട്ടിൽ നിങ്ങൾക്ക് നിരാശ. ഹല്ലേലൂയ. ഒരു ദിവസം അല്പ പ്രയാസം വന്നാൽ നിങ്ങൾക്ക് കോപമുണ്ടാകരുത്. ഭർത്താവോ ഭാര്യയോ വരുമാനങ്ങൾ കുറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമമുണ്ടാകരുത്. ഇസ്ഹാക്കിനെ പോലുള്ള അവസ്ഥ വരരുത്. വേട്ടയിറച്ചിക്ക് പോയി നീ അവിടെ നിന്ന് വേട്ടയാടി കൊണ്ടുവന്ന് അധ്വാനിച്ച് കൊണ്ടുവന്ന് എനിക്ക് തന്നാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഈ നാളുകൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അനുഗ്രഹത്തിന്റെ വാക്കുകൾ മാത്രം പറയണം. ഇല്ലാത്തവനെ കാണുമ്പോ ശാപവും ഉള്ളവനെ കാണുമ്പോ അനുഗ്രഹവും. കിട്ടുമ്പോ സന്തോഷവും കിട്ടാത്തപ്പോ കരച്ചിലും. ഭക്ഷണത്തെ ബേസ് ചെയ്തുള്ള ജീവിതമല്ല ഒരു വിശ്വാസികൾ. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഭൗതിക വിഷയത്തെ ബേസ് ചെയ്തല്ല ഒരു വിശ്വാസിയുടെ ജീവിതം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, കഷ്ടതയിലും ദാരിദ്ര്യത്തിലും അതുപോലെ ഉയർച്ചയിലും താഴ്ചയിലും ഇതിലെല്ലാത്തിലും എന്റെ ജീവിതം ക്രിസ്തുവിനുള്ള സ്നേഹം അകന്നു പോകത്തില്ല. ഉയർച്ചയ്ക്കോ താഴ്ചയ്ക്കോ ഈ ലോകത്തിലുള്ള വരുവാനുള്ള ഒന്നിനും ആ ക്രിസ്തുവിന്റെ ബന്ധത്തെ എന്നിൽ നിന്നും അകറ്റുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഒരു മെറ്റീരിയലുമല്ല, ഈ ലോകത്തിലെ വസ്തുവകളല്ല, ഈ ലോകത്തിലെ ഒന്നുമല്ല എനിക്ക് യേശുവുമായിട്ടുള്ള ബന്ധവും ആയിട്ടുള്ള സാമ്യം. ഈ ലോകത്തിലെ ഒന്നുമല്ല എന്റെ കർത്താവുമായിട്ടുള്ള സ്നേഹബന്ധത്തെ പിടിച്ചു നിർത്തുന്നത്. ഹല്ലേലൂയ. ഉണ്ടെങ്കിൽ പ്രാർത്ഥന, ഇല്ലെങ്കിൽ കരച്ചിലാണോ? ഹല്ലേലൂയ. എല്ലാം ഉണ്ടെങ്കിൽ സന്തോഷമായിട്ട് പ്രാർത്ഥന, കൈകൊട്ട് ആരാധിക്കുക, സന്തോഷം. ചിലപ്പോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ ഇല്ലായ്മയോ വരുമ്പോൾ ഇതിന്റെ സന്തോഷവും പാട്ടും നിർത്തരുത്. ഹല്ലേലൂയ. എല്ലാ കാലത്തും ഞാൻ വായിക്കും, എല്ലാ കാലത്തും ഞാൻ സ്തുതിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹബക്കൂക്ക് പറയുന്നത് 3-ാം അധ്യായത്തിൽ, അതെ ഗോശാലകളിൽ നാട് ഇല്ലെങ്കിലും അവിടെ നിനക്ക് സമൃദ്ധി ഇല്ലെങ്കിലും നിനക്ക് വരുമാനങ്ങൾ കുറഞ്ഞാലും അവിടെ നീ എന്ത് ചെയ്യണം? ദൈവത്തെ ആനന്ദിക്കണം, ദൈവത്തിൽ ആനന്ദിക്കണം. മുന്തിരി വള്ളി എല്ലാം കൊഴിഞ്ഞു പോയാലും എന്ത് ചെയ്യണം? ദൈവത്തിൽ ആനന്ദിക്കണം. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു വിശ്വാസിയായിട്ട് ഈ ലോകത്തിലെ ദൈവമക്കളായി.
ഉള്ളപ്പോ സന്തോഷം, ഇല്ലാത്തപ്പോ കരച്ചിൽ. ഈ ഇസഹാക്കിനെ പോലെ ഇരിക്കരുതായിരുന്നു. നീ അങ്ങനെ ആയിരുന്നാൽ നിന്റെ മകന് അങ്ങനെയാവും, നിന്റെ മക്കൾ അങ്ങനെ. ഇസഹാക്ക് ഇങ്ങനെ വേട്ടയിറച്ചിൽ അനുഗ്രഹം കണ്ടപ്പോ ഏശാവ് എന്ത് പറഞ്ഞു? ഞാൻ ഈ മരിക്കുന്നത് എന്തിനാണ്? എനിക്ക് എന്തിനാണ് ഈ ജ്യേഷ്ഠ അവകാശവും ജ്യേഷ്ഠന്റെ അനുഗ്രഹം? അതൊന്നും എനിക്ക് വേണ്ട. എനിക്കിപ്പൊ കിട്ടേണ്ടത് നിന്റെ മകൻ. അപ്പൊ മൂത്ത മകന്റെ സ്വഭാവം അപ്പനെ പോലെ. ഈ നാളുകളിൽ നമ്മുടെ സ്വഭാവം ഏത് രീതിയിലാണ് അതുപോലെ ആയിരിക്കും മക്കൾ. അതുകൊണ്ട് മക്കളെ ഓർത്തെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ ശരിയാണ്. മക്കളെ ഓർത്തെങ്കിൽ നമ്മൾ ശരിയായിട്ട് ജീവിക്കും. ഇല്ലെങ്കിൽ ഉള്ള അനുഗ്രഹങ്ങൾ അവരിൽ നിന്ന് പോകും, ഉള്ള ശാപങ്ങളെല്ലാം അവർക്ക് വരും. ഈ നാളിൽ കർത്താവേ എന്നെ ശരിയാക്കി വളർത്തണമേ, എന്റെ കുഞ്ഞുങ്ങളും ശരിയായിട്ട് വളരണേ. അപ്പോ ഇസ്ഹാക്കിനെ പോലെ ഏശാവും അവിടെ പായസത്തിന് വേണ്ടി കുതിച്ചു. അവിടെ പറയുകയാണ്, എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് എന്താണ്? 12-ാം അധ്യായം, അതിന്റെ വാക്യം 12-ാം അധ്യായം, അതിന്റെ 15-16 പെട്ടെന്ന് വായിക്കാം. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കൈപ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ. കണ്ടോ, ഏശാവിനെ കുറിച്ച് പറയുന്നത് നെഗറ്റീവ് വശങ്ങളാണ്. ഏശാവിന് പോസിറ്റീവ് വശങ്ങൾ പറയാനില്ല. കാരണം ഭക്ഷണത്തിന്റെ ബേസിൽ ജീവിതം ആയതുകൊണ്ട്, ഭൗതിക വിഷയത്തിന്റെ ബേസ് ചെയ്ത ജീവിതം ആയതുകൊണ്ട്, ഇസഹാക്കിന്റെ മകനായിട്ട് പോലും അല്ലെങ്കിൽ അബ്രാമിന്റെ സന്തതിയിൽ ജനിച്ചിട്ട് പോലും ഇവന്റെ ജീവിതം ഭൗതിക വിഷയം, ഭക്ഷണ വിഷയങ്ങൾ ഇതിനെ ബേസ് ചെയ്തായതുകൊണ്ട് അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഒരു ഊണിന് ജ്യേഷ്ഠാവകാശത്തെ വിറ്റ് കളഞ്ഞ് അഭക്തനാകരുത്. ഹല്ലേലൂയ. അഭക്തിയാണ് ഭക്ഷണത്തിന് വേണ്ടി ജീവിക്കുന്നത്. ഭക്ഷണത്തിൽ വരുന്ന വരുമാനങ്ങളിലും ഭൗതികത്തിലും ബേസ് ചെയ്തുള്ള ജീവിതം അഭക്തിയാണ്, ഭക്തിയുള്ള ജീവിതമല്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കും, നമുക്ക് അല്പം വിശപ്പും ദാഹവും ഒക്കെ നമുക്ക് മനസ്സിലാവും. ഹല്ലേലൂയ. അപ്പൊ കുറച്ചുകൂടെ നമുക്ക് ഭൗതിക വിഷയങ്ങളും ഭക്ഷണ വിഷയങ്ങളും